മൂന്നാഴ്ചയോളം നീണ്ട ആക്രമണങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും അറുതിയായതോടെ സിറിയയിലെ കുഞ്ഞുങ്ങൾ വീണ്ടും സ്കൂളിലെത്തി. അധികൃതർ അങ്കണത്തിൽ പുതിയ പതാക ഉയർത്തിയതോടെ കുട്ടികൾ ആവേശത്തിലായി. കുട്ടികൾക്ക് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കിയതായി സ്കൂൾ അധികാരികളും വ്യക്തമാക്കി. വെടിയൊച്ചകളും അശാന്തിയും കെട്ടടങ്ങിയതോടെ സിറിയയിൽ കുട്ടികൾ സ്കൂളുകളിലേക്ക് തിരികെ എത്തുകയാണ്. പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദ് വിമതരോട് പൊരുതി 13-ാം ദിവസം കീഴടങ്ങി. പിന്നാലെ വിമത നേതാവ് അഹമ്മദ് അൽ ഷറ ചുമതലയേറ്റു. അങ്ങനെ 13 വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധം 13 ദിവസങ്ങൾ നീണ്ട ഏറ്റുമുട്ടലിലൂടെ അവസാനിച്ചു. അസദ് ഭരണകൂടത്തിന്റെ വീഴ്ച രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും സ്വാഗതം ചെയ്തു. അങ്ങനെ ഒരു പുതിയ സിറിയയെ സ്വപ്നം കാണുകയാണ് അവിടുത്തെ ജനത. അതിന്റെ തുടക്കമായിട്ടാണ് സ്കൂൾ തുറന്നതിനെ ആളുകൾ കണക്കാക്കുന്നത്. അറബ് രാജ്യങ്ങളിൽ സാധാരണ സ്കൂൾ തുറക്കുന്ന ഞായറാഴ്ച തന്നെ സിറിയയും തിരഞ്ഞെടുത്തു. കുട്ടികൾ വളരെ സന്തോഷത്തോടെയാണ് സഹപാഠികൾക്കൊപ്പം ക്ലാസുകളിലേക്ക് ഓടിക്കയറിയത്. കുട്ടികളുടെ സുരക്ഷയ്ക്കായി എല്ലാം തന്നെ തയ്യാറാക്കിയെന്നും തിരികെ വീടെത്തുന്നതുവരെ വേണ്ടതെല്ലാം കുട്ടികൾക്കായി ഒരുക്കിയതായും അധികൃതർ വ്യക്തമാക്കി. അസദ് ഭരണകൂടത്തിനെതിരായി നടന്ന കലാപ കാലഘട്ടത്തിൽ 10,000-കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ തകർക്കപ്പെട്ടു. അഹമ്മദ് അൽ ഷറായ്ക്ക് മുന്നിലുള്ളത് രാജ്യത്തെ തിരികെ സമൃദ്ധിയിലേക്ക് എത്തിക്കുക എന്ന ഭാരിച്ച ചുമതലയാണ്. രാജ്യത്തിനു മേൽ ചുമത്തപ്പെട്ട ഉപരോധങ്ങൾ നീക്കുന്നതിനായുള്ള ശ്രമങ്ങളിലാണ് ഷറായും സംഘവും. അമേരിക്ക, തുർക്കി, യൂറോപ്യൻ യൂണിയൻ, അറബ് രാജ്യങ്ങൾ എന്നിവരുടെ എല്ലാം പിന്തുണ ഇക്കാര്യത്തിൽ സിറിയയ്ക്ക് നിർണായകമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.